ഇന്ന് നമുക്ക് പാല് ചേർക്കാത്ത പാല് അലർജിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ചിയാ സീഡ് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ കാഷ്യൂ ഒരു 15 അല്ലി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അവിടെ വയ്ക്കാം. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മത്തങ്ങയുടെ കുരു പംകിൻ സീഡും 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡും ഒരു 4-5 ബദാമും പിന്നെ 2 ടീസ്പൂൺ ഓർഗാനിക് ഷുഗർ അല്ലെങ്കിൽ മിശ്രി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിനൊപ്പം തന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ മധുരമില്ലാത്തതും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തീരെ തരിയൊന്നുമില്ലാത്ത രീതിയിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് 3 ചെറുപഴമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാലിപ്പൂവനാണ് എടുത്തേക്കുന്നത്. അഥവാ ചെറുപഴം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം എടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ പകുതി, ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 2 ചെറുപഴം ആദ്യം ചെത്തിയിട്ട് പിന്നെ ഒരു ആപ്പിളാണ് ഒരു ഫുൾ ആപ്പിൾ ചെത്തിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ആണ് പിന്നെ മൂന്നാമത്തെ ഒരു ചെറുപഴം കൂടി എനിക്ക് കുറച്ച് പോരാൻ തോന്നി. ഇത്തിരി ചെറിയ ടൈപ്പ് പഴമായിരുന്നു, അപ്പോൾ ഒരെണ്ണം കൂടി അങ്ങനെ ചേർത്തു. ആകെ 3 പഴം. പിന്നെ നമ്മുടെ കാഷ്യൂ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈനായിട്ട് ഇത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സി ജാറിലേക്ക് നമുക്ക് ഒപ്പം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ സീഡിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 3/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറേശ്ശെ അടിച്ചെടുക്കാം. ഞാൻ 1.5 ഗ്ലാസ്സോളം വെള്ളം, ഏകദേശം നിങ്ങളുടെ കട്ടി എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേക്കിന് അതിനനുസരിച്ചിട്ട് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അടിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ചിയാ സീഡ് അപ്പോഴേക്കും നല്ല സോക്കായി വന്നിട്ടുണ്ട്. നമുക്കത് ലെയറാക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് കോൺഫ്ലേക്സ് ആണ് കേട്ടോ, പ്ലെയിൻ കോൺഫ്ലേക്സ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചിയാ സീഡും പിന്നെ ഷേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കോൺഫ്ലേക്സിൻ്റെ ഇടയിൽ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അത് അത്രയും ബാക്കി നമ്മുടെ ഉണ്ട്. ആകെ ഒരു 1.5-1.25 ഗ്ലാസ്സോളം നമുക്ക് ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.